Strike guys. Fish on guys, fish on. Fish on. Oh. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കേരള ബോയ് ഫിഷിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ട്യൂട്ടോറിയൽ പോലെ. എന്നാൽ ട്യൂട്ടോറിയലല്ല, ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നു, മീൻ പിടിക്കുന്നു, ഗ്യാപ്പ് പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് പിടിക്കുന്നത് ജസ്റ്റ് ഇത് നോക്കിക്കോ, ബേബി പാണ്ടയാണ് കേട്ടോ. ഫ്രോഗ് കിണ്ണ സാധനം, നല്ല എൽ ഷേപ്പ് ഫ്രോഗ് സ്പിന്നർ വന്നിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. പുല്ലുള്ള ഏരിയയിൽ കുറച്ച് ടഫാണ് അവനെ വലിക്കാൻ, കാരണം ഹുക്ക് കണ്ടില്ലേ, ബാർബ അടിപൊളി ബാർബായിട്ട് പുറത്തേക്ക് തള്ളിക്കുന്ന വാങ്ങാം. അപ്പോൾ നല്ല ഹുക്ക് പ്രഷ് കിട്ടും. ഓപ്പൺ വാട്ടറിൽ പക്കയാണ്, പുല്ലിൽ പിടിക്കില്ല എന്നല്ല, ഞാൻ പുല്ലിൽ നിന്നാണ് ഇപ്പോൾ മീനൊക്കെ പിടിച്ചത്, വീഡിയോസിലുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോയി കണ്ടുക. പിന്നെ പ്രത്യേകം പറയാമല്ലോ, ഫോളോ ചെയ്യാണ്ട് കുറേ പരിപാടിയുണ്ട്, എന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യും. നല്ല നമുക്കുള്ളവർക്കൊക്കെ വളർന്ന് നിങ്ങൾക്ക് അടിപൊളി വീഡിയോസും ട്യൂട്ടോറിയലും ഗിവ് ഒക്കെ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണ് സബ് ചെയ്ത് കൂടെ കൊടുക്കുക, അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ ബൈ. First cast of the day. അവിടെ വെട്ടണുണ്ടോ ഓടിത്തിട്ട്? ഇങ്ങനെ ദൂരെ കണ്ട, അവിടെ രണ്ടിട്ടാ. അടിച്ചുകൊണ്ടില്ല, ഉണ്ട് ഫിഷാണ്, ഫസ്റ്റ് ഫിഷാണ്, ബേബി പാണ്ടായ്മ ഫസ്റ്റ് ഫിഷാണ് കേട്ടോ ഗൈസ്. കുഞ്ഞനാ, പൊട്ടിക്കുഞ്ഞനാന്ന് തോന്നുന്നു, കരക്കേറി കിടന്നെന്ന്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഒരു 200 ഗ്രാം. വായ പൊളിഞ്ഞു, റിലീസ് ചെയ്യാനുള്ളൊരു കണ്ട ഗൈസ്, വായ പൊളിഞ്ഞു കണ്ട. കുഴപ്പമില്ല, വല്ലാതെ ഒന്നുമില്ല. അതെ, ഒരു ഉണ്ടല്ലോ, എത്ര 200 ഗ്രാം തേച്ചുണ്ടാവില്ല, 150 അത്ര മാക്സിമം ഉണ്ടാവുള്ളൂ, 100-150. കുഴപ്പമില്ല, നമുക്ക് ടാങ്കിലിടാം. കൊല്ലണ്ട, വായ പൊളിഞ്ഞ കാരണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിനെ റീറ്റ് ചെയ്യണ്ട. വായ പൊളിഞ്ഞ സൈഡ് ചോരണ്ട. ദേ ഫ്രോഗ് കണ്ട, നമ്മളെ ബേബി പാണ്ട, കുഞ്ഞൻ പാണ്ടയാണ്. ഇതിൻ്റെ വലുതുമ്മ ഞാൻ അത്യാവശ്യം അധികം മീൻ പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തുടക്കം എനിക്ക് ഇതിൻ്റെ വലുതുമ്മലായിരുന്നു കിട്ടിയത്, ബ്രാവോയിൽ. കിണ്ണനായിട്ട് മീൻ കിട്ടിയിട്ടുണ്ടായി. ഞാൻ കിട്ടില്ല വീഡിയോസാണ്, സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. നല്ല ഹുക്ക് പ്രാവശ്യമാണ്. പുല്ലുമ്മ ഉടക്കുന്നുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുക്ക് ഓപ്പൺ ഹുക്കാണ്, എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുക, പ്രസ്സായിട്ട് ഇത് വയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഹുക്ക് പ്രാവശ്യമാണ്. നല്ല സ്പിന്നേഴ്സാണ്, നല്ല എൽ ഷേപ്പ് സ്പിന്നർ, നല്ല ശബ്ദമുണ്ട്. ഓക്കെ, അപ്പോൾ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാം. എടുക്കുക, യൂസ് ചെയ്യുക, എന്താണെന്നുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നല്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നല്ല ക്വാളിറ്റി ആയിട്ടോ റബ്ബറുകൾ. ഇവിടെ ഈ സൈഡിൽ, അയ്യോ ഇവിടെ സ്ട്രൈക്ക് അടിച്ചാണ്, ഞാൻ ധൃതി പിടിച്ചെടുത്ത്. ഈ കറക്കുന്ന മീനടിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ആ മീനെ ഫോക്കസ് ചെയ്യണ കാരണേ. ചണ്ടി പിടിക്കല്ലേ. അടിച്ച്
അയ്യേ കൊണ്ടില്ല, കരക്കെന്ന് പറഞ്ഞ അടിച്ച്. ഒമ്മച്ചി എന്ത് വെട്ടി കേസ്. അയ്യോ ചതിക്കില്ലേ, തുമ്പത്ത് കുടുങ്ങിയിട്ടുള്ളൂ കേട്ടോ. പൊട്ടിയ മീൻ അടിയില്ല, കടയിലെ അത്യാവശ്യം വലിപ്പമുള്ള മീനാണ്. പോയാൽ പോയി, അധികം ഇറങ്ങാൻ പറ്റില്ല നമുക്ക്. വെള്ളമാണ് കണ്ട, തുമ്പത്താണ് കുടുങ്ങിയിരിക്കുന്നത്. പോലെ ചെറിയ ഉക്കുള്ളൂ. ഓ കുഴപ്പമില്ല കേട്ടോ, സൈസുള്ള മീനാണ്. ഒക്കെ പൊളിഞ്ഞ് എടുക്ക് സ്റ്റിക്കേ വേണ്ട. അത്യാവശ്യം സൈസ് സാധനം. ഇത് ഇവിടുന്ന് ഇത്രയും വലിപ്പമുള്ളത് കിട്ടിയത് കുറേ കാലമായിട്ടാണ്. അതെ, നമ്മളെ കുഞ്ഞൻ ബേബി പാണ്ടേമ നല്ല റബ്ബർ ക്വാളിറ്റിയാണ്, പക്കാ നീറ്റ് സാധനം. കാണുന്ന പോലെയല്ല, കുഞ്ഞനാണെങ്കിലും പവർഫുള്ളാണ്, കിട്ടില്ല സാധനം. ഇടുത്ത കാഴ്ച ഞാൻ കണ്ണും പൂട്ടി സജസ്റ്റ് ചെയ്യണം. മീനെ കാണിച്ചു തരാം. വേണ്ട, നല്ല മീനാണ് കേട്ടോ. കണ്ട, അയ്യോ വേണ്ട, നല്ല സാധനമാണ്. കണ്ട വേണ്ട, വലുപ്പമുണ്ട്, കണ്ടില്ലേ? ഓക്കെ, അതാ അവിടെ സ്ട്രൈക്ക്. മീനും ഇത് മാറിപ്പോയി. മറ്റാളെ അവിടെ ഉണ്ടായിരുന്നു, കാത്തിരിക്കുകയായിരുന്നു അവരായിട്ട്. അവന് ഫസ്റ്റ് കണ്ട് പിടിച്ചല്ല. എവിടെ ഫ്രണ്ടിൽ വരണം നിൽപ്പുണ്ട്. ഇവിടെ ഗൈസ്, ഇവിടെ ഫ്രണ്ടിൽ വരണം നിൽപ്പുണ്ട്. ഫിഷാണ് ഗൈസ്. അയ്യോ ചതിച്ച്, അയ്യോ തുമ്പത്തോടിങ്ങിട്ട് കുറേ നേരം അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കളിക്കുന്നു. ഒരു പെടയാണ്, എന്ത് പെട എവിടെ ചെയ്യാൻ വന്നിട്ട്. നൈസായിട്ടാണ്, നല്ല പെടയായിരുന്നു, സ്ട്രൈക്ക് കൊള്ളാം, നൈസാണ് ആസ് യൂഷ്വൽ. പിന്നെ ഭയങ്കര ചുരുക്കുണ്ട്, അല്ല നല്ല സ്റ്റാമിന കാണിക്കുന്നതൊക്കെ. നേരത്തെ പോലെ ഒരു 250-300 ആ റേഞ്ചൊക്കെ തന്നെ. നല്ല നീളമുള്ള ടൈപ്പാണ്. വേണ്ട, നീളം ടൈപ്പാണ്. സെയിം ആസ് യൂഷ്വൽ ബേബി പാണ്ട. ഗുഡ് ഫ്രോഗാണ്, നൈസാണ്, എടുക്കുക, യൂസ് ചെയ്യുക. ഓക്കെ, അതാ അവിടെ സ്ട്രൈക്ക്. മീനും ഇത് മാറിപ്പോയി. മറ്റാളെ അവിടെ ഉണ്ടായിരുന്നു, കാത്തിരിക്കുകയായിരുന്നു അവരായിട്ട്. അവന് ഫസ്റ്റ് കണ്ട് പിടിച്ചല്ല. എവിടെ ഫ്രണ്ടിൽ വരണം നിൽപ്പുണ്ട്. ഇവിടെ ഗൈസ്, ഇവിടെ ഫ്രണ്ടിൽ വരണം നിൽപ്പുണ്ട്. ഫിഷാണ് ഗൈസ്. അയ്യോ ചതിച്ച്, അയ്യോ തുമ്പത്തോടിങ്ങിട്ട് കുറേ നേരം അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കളിക്കുന്നു. ഒരു പെടയാണ്, എന്ത് പെട എവിടെ ചെയ്യാൻ വന്നിട്ട്. നൈസായിട്ടാണ്, നല്ല പെടയായിരുന്നു, സ്ട്രൈക്ക് കൊള്ളാം, നൈസാണ് ആസ് യൂഷ്വൽ. പിന്നെ ഭയങ്കര ചുരുക്കുണ്ട്, അല്ല നല്ല സ്റ്റാമിന കാണിക്കുന്നതൊക്കെ. നേരത്തെ പോലെ ഒരു
250, 300 ആ റേഞ്ചൊക്കെ തന്നെ. നല്ല നീളമുള്ള ടൈപ്പാണ്. വേണ്ട നീളം ടൈപ്പാണ്. സെയിം ആസ് യൂഷ്വൽ ബേബി പാണ്ട. ഗുഡ് ഫ്രോഗാണ്, നൈസാണ്. എടുക്കുക, യൂസ് ചെയ്യുക. ഓക്കെ. അവിടെ ഉണ്ട് കേട്ടോ ഒരെണ്ണം. ആ കുഴിയിൽ കണ്ടോ കണ്ട അവിടെ ഇവിടെ പൊന്തി അടക്കും വിരാലുകൾ. അവിടെ ആ വരുന്ന വഴിയിൽ ഒരെണ്ണം ഉണ്ട് കേട്ടോ. അടിച്ച് ഗൈസ്, ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. ചണ്ടി പിടിച്ച് എൻ്റെ നെഞ്ചത്തോട്ടല്ല മീനെ വരേണ്ടത്. നെഞ്ചത്തോട്ട് വന്നു ഗൈസ്. വേണ്ട അല്ല അവിടെ അതാ പോയി അവിടെ മീൻ പോയതുണ്ട. ഓക്കെ കേട്ടാ. നമുക്ക് അടുത്ത മീൻ കയറിയിട്ടുണ്ട്. ഓൾസോ ബ്രൈഡ് വേണ്ടേ. ഇങ്ങനെ പിടിച്ച കൈ കീറും സാധാരണ. വേണ്ട ഒരു 300 ഗ്രാം അത്ര തന്നെ, 300-350 ഗ്രാം അത്ര തന്നെ ഉള്ളൂ. എടുത്ത ഫ്രോഗ് ഉണ്ടായി ബേബി പാണ്ട. കിലുക്കൻ റിസൾട്ടാണ്. കുഞ്ഞ ഫ്രോഗായതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കും. പിന്നെ അത് മാത്രമല്ല അടിപൊളി സ്പിന്നറാണ്, നല്ല ക്വാളിറ്റിയാണ്. കടിച്ച് എന്നെ കടിച്ചു, കുരുത്തം കെട്ട എന്നെ കടിച്ചു ഗൈസ്. കടിക്കല്ലേ, നല്ല വേദന. വായ കൈയിട്ട കടിക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഐസായിട്ട് ഗ്രിപ്പർ അപ്പുറത്തെ സൈഡിൽ വെച്ച് മറന്നുപോയി. അപ്പോൾ അവിടെ പോയി നോക്കണം അവിടെ ഉണ്ടാകുന്നു. എന്താട്ടാ ഫ്രോഗ് കണ്ട ഒരു വാങ്ങിച്ച പോലെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. കൈ കളിച്ച് പൊളിച്ച്. അങ്ങോട്ട് പോരുത്, അവിടെ വെള്ളമുണ്ട്. അടങ്ങ് അല്ലേ, ഞാൻ പറഞ്ഞെറിഞ്ഞ് മീനെ പിടിച്ചാൽ ചോര വന്ന കൈസ്. നോക്കണ്ട, സ്വാഭാവികമാണ് ഇതിൽ. വേണ്ട അവനെ കവറിക്കാക്കാം. 3rd ഫിഷ് ഓഫ് ദ ഡേ കേട്ടോ. പോയേനെ ചേട്ടനിപ്പോൾ. ഗൈസ് ആ വലുത് മണ്ട പഠിച്ച് ഗൈസ്. ഇത്ര നേരത്തിന് ശേഷം ഇപ്പോഴടിച്ച് ക്യാമറ ചൂടായി ഭയങ്കരമായിട്ട്. ഓയ്യോ ചതിക്കല്ലേ. പൊന്ന് ഗൈസ്, ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി നാടൻ. ഐ തിങ്ക് സോ. നാടൻ യെല്ലോ ഷെയ്ഡ് ഉണ്ട് ഗൈസ്. ഇവനാണ് അവിടെ വെട്ടി കളിച്ചിരുന്ന ഹെവി മുതൽ. ഇവനെയാണ് ഞാൻ നോക്കി നിന്നായിരുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറയുകയും ചെയ്ത വീഡിയോയിൽ. ഇപ്പം അങ്ങനെ അവിടെ കിടന്ന് വെട്ടുണ്ട്, അവനെ കിട്ടിയില്ലാന്ന്. താണാ മുതൽ വെട്ടിയിട്ട് നോക്ക് ഗൈസ്. വയറൊക്കെ ഉണ്ടാവും, കൂമൊട്ടനായിട്ട് എടുക്കണുണ്ടോ. എജായി മുതൽ നോക്ക് ഗൈസ്. ഇതൊക്കെയാണ് മുതൽ. വേണ്ട ഫ്രോഗ് ഇരിക്കണ കാണിച്ചിട്ട് ഗൈസ്. വയറിന്ന് കാണിച്ചു കൊടുക്കട. പൊന്നി ഗൈസ്, ഫ്രോഗ് ഇരിക്കണ നോക്ക് ഗൈസ്. ഒണ്ണാക്കി കീറ്റിയ പഹയൻ. നീ മുത്തട. എൻ്റെ കൈ കടിക്കരുത്. കടിച്ച് നിൻ്റെ കയ്യുമെന്ന് വിട്. ഞാനതും തമ്മിൽ ഒരു ബന്ധമില്ല. അവളുടെ പ്ലെയർ എടുക്കട്ടെ. First cast of the day.
അവിടെ വെട്ടണുണ്ടോ ഓടിത്തിട്ട്? ഇങ്ങനെ ദൂരെ കണ്ട അവിടെ രണ്ടിട്ടാ. അടിച്ചുകൊണ്ടില്ല. ഉണ്ട് ഫിഷാണ്, ഫസ്റ്റ് ഫിഷാണ്. ബേബി പാണ്ടായ്മ ഫസ്റ്റ് ഫിഷാണ് കേട്ടോ ഗൈസ്. കുഞ്ഞനാ, പൊട്ടിക്കുഞ്ഞനാന്ന് തോന്നുന്നു. കരക്കേറി കിടന്നെന്ന്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഒരു 200 ഗ്രാം. വായ പൊളിഞ്ഞു. റിലീസ് ചെയ്യാനുള്ളൊരു കണ്ട ഗൈസ്, വായ പൊളിഞ്ഞു കണ്ട. കുഴപ്പമില്ല, വല്ലാതെ ഒന്നുമില്ല. അതെ ഒരു ഒരു ഉണ്ടല്ലോ, ഒരു എത്ര 200 ഗ്രാം തേച്ചുണ്ടാവില്ല, 150 അത്ര മാക്സിമം ഉണ്ടാവുള്ളൂ. 100-150 കുഴപ്പമില്ല. നമുക്ക് ടാങ്കിലിടാം. കൊല്ലണ്ട, വായ പൊളിഞ്ഞ കാരണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിനെ റീറ്റ് ചെയ്യണ്ട. വായ പൊളിഞ്ഞ സൈഡ് ചോരണ്ട. ഇതേ ഫ്രോഗ് കണ്ട, നമ്മളെ ബേബി പേണ്ട കുഞ്ഞൻ പാണ്ടയാണ്. ഇതിൻ്റെ വലുതുമ്മ ഞാൻ അത്യാവശ്യം അധികം മീൻ പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തുടക്കം എനിക്ക് ഇതിൻ്റെ വലുതുമ്മലായിരുന്നു കിട്ടിയത്. ബ്രാവോയിൽ കിണ്ണനായിട്ട് മീൻ കിട്ടിയിട്ടുണ്ടായി. മീൻ കിട്ടില്ല. വീഡിയോസാണ് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. നല്ല ഹുക്ക് പ്രാവശ്യമാണ്. പുല്ലുമ്മ ഉടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുക്ക് ഓപ്പൺ ഹുക്കാണ്. എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുക, പ്രസ്സായിട്ട് ഇത് വയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഹുക്ക് പ്രാവശ്യമാണ്. നല്ല സ്പിന്നേഴ്സാണ്. നല്ല എൽ ഷേപ്പ് സ്പിന്നർ, നല്ല ശബ്ദമുണ്ട്. ഓക്കെ, അപ്പോൾ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാം. എടുക്കുക, യൂസ് ചെയ്യുക, എന്താണെന്നുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നല്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നല്ല ക്വാളിറ്റി ആയിട്ടോ റബ്ബർ. അവിടെ ഉണ്ട് കേട്ടോ ഒരെണ്ണം. ആ കുഴിയിൽ കണ്ട അവിടെ ഇവിടെ പൊന്തി അടക്കും രാലുകൾ. അവിടെ ആ വരുന്ന വഴിയിൽ ഒരെണ്ണം ഉണ്ട് കേട്ടോ. അടിച്ച് ഗൈസ്, ഫിഷാണ് ഗൈസ്, ഫിഷാണ്. ചണ്ടി പിടിച്ച് എൻ്റെ നെഞ്ചത്തോട്ടല്ല മീനെ വരേണ്ടത്. നെഞ്ചത്തോട്ട് വന്നു ഗൈസ്. കണ്ട അല്ല അവിടെ അതാ പോയി അവിടെ മീൻ പോയതുണ്ട. ഓക്കെ കേട്ടാ, നമുക്ക് അടുത്ത മീൻ കയറിയിട്ടുണ്ട്. ഓൾസോ ബ്രൈഡ് ഇങ്ങനെ പിടിച്ചാൽ കൈ കീറും സാധാരണ. വേണ്ട ഒരു ഒരു 300 ഗ്രാം അത്ര തന്നെ, 300-350 ഗ്രാം അത്ര തന്നെ ഉള്ളൂ. എടുത്ത ഫ്രോഗ് ഉണ്ടായി, ബേബി പാണ്ട. കിലുക്കൻ റിസൾട്ടാണ്. കുഞ്ഞൻ ഫ്രോഗായതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കും. പിന്നെ അത് മാത്രമല്ല അടിപൊളി സ്പിന്നറാണ്, നല്ല ക്വാളിറ്റിയാണ്. കടിച്ച് എന്നെ കടിച്ചു, കുരുത്തം കെട്ട എന്നെ കടിച്ചു ഗൈസ്. കടിക്കല്ലേ, നല്ല വേദന. വായ കൈയിട്ട കടിക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഐസായിട്ട് ഗ്രിപ്പർ അപ്പുറത്തെ സൈഡിൽ വെച്ച് മറന്നുപോയി. അപ്പോൾ അവിടെ പോയി നോക്കണം അവിടെ ഉണ്ടാകുന്നു. ഇതാട്ടാ ഫ്രോഗ് കണ്ട, ഒരു വാങ്ങിച്ച പോലെ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. കൈ കളിച്ച് പൊളിച്ച്. അങ്ങോട്ട് പോരുത്, അവിടെ വെള്ളമുണ്ട്. അടങ്ങ് അല്ലേ, ഞാൻ പറഞ്ഞെറിഞ്ഞ് മീനെ പിടിച്ചാൽ ചോര വന്ന കൈസ്. നോക്കണ്ട, സ്വാഭാവികമാണ് ഇതിൽ. വേണ്ട അവനെ കവറിക്കാക്കാം. 3rd ഫിഷ് ഓഫ് ദ ഡേ കേട്ടോ.
പോയേനെ ചേട്ടനിപ്പോൾ. ഗൈസ് ആ വലുത് മണ്ട പഠിച്ച് ഗൈസ്. ഇത്ര നേരത്തിന് ശേഷം ഇപ്പോഴടിച്ച് ക്യാമറ ചൂടായി ഭയങ്കരമായിട്ട്. ഓ അയ്യോ ചതിക്കല്ലേ. പൊന്ന് ഗൈസ് ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി നാടൻ. ഐ തിങ്ക് സോ. ഓ നാടൻ യെല്ലോ ഷെയ്ഡ് ഉണ്ട് ഗൈസ്. ഇവനാണ് അവിടെ വെട്ടി കളിച്ചിരുന്ന ഹെവി മുതൽ. ഇവനെയാണ് ഞാൻ നോക്കി നിന്നായിരുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറയുകയും ചെയ്ത വീഡിയോയിൽ. ഇപ്പം അങ്ങനെ അവിടെ കിടന്ന് വെട്ടുണ്ട്. അവനെ കിട്ടിയില്ലാന്ന്. താണാ മുതൽ വെട്ടിയിട്ട് നോക്ക് ഗൈസ്. വയറൊക്കെ ഉണ്ടാവും. കൂമൊട്ടനായിട്ട് എടുക്കണണ്ട. എജായി മുതൽ നോക്ക് ഗൈസ്. ഇതൊക്കെയാണ് മുതൽ. വേണ്ട ഫ്രോഗ് ഇരിക്കണം കാണിച്ചിട്ട് ഗൈസ്. വയറൊന്ന് കാണിച്ചു കൊടുക്കുക. പൊന്നി ഗൈസ് ഫ്രോഗ് ഇരിക്കണ നോക്ക് ഗൈസ്. ഒണ്ണാക്കി കീറ്റിയ പഹയൻ. നീ മുത്തട. എൻ്റെ കൈ കടിക്കരുത്. കടിച്ച് നിൻ്റെ കയ്യമ്മന്ന് വിട്. ഞാനതും തമ്മിൽ ഒരു ബന്ധമില്ല. അവളുടെ പ്ലെയർ എടുക്കട്ടെ. സ്ട്രൈക്ക് ഗൈസ്. ഫിഷ് ഓൺ. ഓ കൊള്ളാട്ടോ സാധനം കൊള്ളാം. ബേബി പാണ്ടായ്മയാണ്. വലിയ വലിപ്പമൊന്നുമില്ല. ഒരു നമുക്ക് അതിന് അടിക്കാൻ പറ്റിയ സൈസൊക്കെ തന്നെ. കുഴപ്പമില്ല. ഞാൻ വലിയ സൈസില്ലാന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഏറടിച്ചിട്ടാ അവിടുന്ന് അട്ടങ്ങ് പുല്ല് പിടിച്ചായിരുന്നേ. മറ്റാൾ ഊരിയാണ്ട് പോയി നൈസായിട്ട്. കണ്ട നാടനാട്ടാ. കണ്ട യെല്ലോ ഷെയ്ഡ് കയറിക്കണണ്ട. യെല്ലോ ഷെയ്ഡ് കയറണതാണ് നാടൻ എന്ന് പറയാം. ഓക്കെ. മറ്റേത് വൈറ്റ് കയറിയതുണ്ടല്ലോ നിങ്ങൾ, അതിനാണ് പെല്ലറ്റ് എന്ന് പറയാം. ഓക്കെ. വിയറ്റ്നാം ഇതണ്ട ഇത്രയും സൈസ് വരുന്നുണ്ട് ഗൈസ്. കണ്ടോ ഇത്രയും സൈസ് ഉണ്ട്. ഓക്കെ. നമ്മളെ താരത്തിനെ വെച്ചിട്ടുണ്ടേ കയറിയിട്ട് ചണ്ടി. ഇതാട്ടാ ബ്രാവോടെ ബേബി പെണ്ടെന്ന് പറഞ്ഞ സാധനമാണ്. അടിപൊളിയാണ്. പുല്ല് പിടിക്കുന്നുണ്ട് കുറച്ചൊക്കെ. എന്ന് വെച്ചാൽ വലിയ പുറത്തേക്ക് തള്ളിക്കുന്ന നോക്കായ കാരണം. ഇതുമൊക്കെയല്ല തള്ളിക്കുന്നത്, കുറച്ച് പുറത്തേക്ക് തള്ളിക്കുന്നത്. ഓക്കെ. അത് കാരണം ദേ എൻ്റെ തലയും വെച്ച് കാണിച്ചു തരാം. എന്താ സൈസ് ഇതാ മീൻ്റെ. അത് സ്ട്രൈക്ക് ഇട്ടില്ല കേട്ടോ. ചൊട്ടവരാലാന്ന് തോന്നുന്നുണ്ട് ഇവിടെ കിടന്ന് കളിക്കുന്നു. പക്ഷെ എടുക്കണല്ലോ ഐസ്. ഫിഷോൺ ഗൈസ്. പോയാ ഇല്ല പോയിട്ടില്ല. ഞാൻ ചൊട്ട വെച്ചിട്ടിരിക്കുകയായിരുന്നു. നല്ല ഒരാലാണ് കേട്ടോ. അല്ല ചൊട്ട നല്ല ഒരാളൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. നമ്മളെ 6ാമത്തെ 7ാമത്തെ പ്രായമുണ്ട്. 5-6ാമത്തെ തോന്നുന്നുണ്ട് ഇതേട്ടാ. ലൈക്ക് ഒരു നാടൻ തന്നെയാണ്. കണ്ടാ നല്ല ബ്ലാക്ക് ലൈനൊക്കെ കയറിയിട്ട് ഒരു 750 ഗ്രാം ആ റേഞ്ചൊക്കെ. ഓക്കെ. നൈസ് ബേബി പാണ്ടായ്മാണ് എടുത്തുള്ളത്. നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ.